കുഞ്ഞാത്തോൽ ജാനകിക്കുട്ടിയെ അവസാനമായി കണ്ട് വിട പറയുകയും അങ്ങനെ ഭാസ്കരൻ ജാനകിക്കുട്ടിയെ പരിപാലിക്കുകയും ചെയ്യുന്നയിടത്താണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ജാനകിക്കുട്ടി ഇന്നൊരു കുടുംബിനിയാണ്. ഭർത്താവ് ശശിധരൻ നായർ കോയമ്പത്തൂരിലെ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗക്കാരനാണ്. ഒരേ ഒരു മകൾ അശ്വതി ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഇത്തവണ മകളുമായാണ് ജാനകിക്കുട്ടി നാട്ടിൽ വന്നത്. ശശിധരൻ നായർക്ക് ഉദ്യോഗ തിരക്കാണ്. നാട്ടിലിപ്പോൾ കുടുംബകാര്യങ്ങൾ നോക്കുന്നത് ജാനകിക്കുട്ടിയുടെ സഹോദരനാണ്. അയാൾ അങ്ങ് അന്യ സംസ്ഥാനത്തുള്ള കമ്പനിയിൽ ഉദ്യോഗക്കാരനാണ്. അയാളുടെ ഭാര്യയും കുട്ടിയും അടങ്ങുന്ന കുടുംബം അയാൾക്കൊപ്പം തന്നെയാണ് താമസം. സഹോദരി ദേവുവേടത്തി വിവാഹമൊക്കെ കഴിഞ്ഞു ജീവിക്കുന്നു. ദേവുവേടത്തിയും കുടുംബവും അമ്മയ്ക്കൊപ്പം ജാനകിക്കുട്ടിയുടെ തറവാട്ടിൽ തന്നെയാണ് താമസം. വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന ഭർത്താവ് ദിവാകരൻ നായർ ഇടയ്ക്കൊക്കെ തറവാട്ടിൽ വന്ന് പോകാറുണ്ട്. വല്യമ്മയുടെ മകൾ സരോജിനിയേടത്തി 4-5 കൊല്ലത്തിലൊരിക്കൽ നാട്ടിൽ വരും. മക്കളും ഭർത്താവും ഒക്കെയായി അവർ ബോംബെയിൽ സന്തോഷത്തിലാണ്. അമ്മയ്ക്കും വല്യമ്മയ്ക്കും ഇപ്പോൾ പ്രായമായി. 2 പേരുടെയും ഭർത്താക്കന്മാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കാര്യസ്ഥൻ രാവുണ്ണി നായരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. രാവുണ്ണി നായരുടെ മകൻ ഭാസ്കരൻ വലിയ ഉദ്യോഗമൊക്കെയായി നഗരത്തിലാണ് ജീവിതം. ഭാസ്കരന്റെ കുടുംബവും അയാൾക്കൊപ്പം തന്നെ നഗരത്തിലാണ് താമസം. പരിഷ്കാരിയായ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയെയാണ് അയാൾക്ക് ഭാര്യയായി ലഭിച്ചത്. ഒന്നിച്ചു തൊഴിൽ ചെയ്യുന്ന കാലത്താണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രേമത്തിൽപ്പെടുന്നതും വിവാഹിതരാകുന്നതുമൊക്കെ. അങ്ങനെ ഏറെ കാലത്തിനു ശേഷം നാട്ടിൽ വന്ന ജാനകിക്കുട്ടി കുടുംബത്തോടൊപ്പം സന്തോഷമായി ദിവസങ്ങൾ തള്ളി നീക്കുമ്പോഴാണ് ഒരു ദിവസം മച്ചിന്റെ മുകളിൽ ചുമ്മാ കയറി നോക്കിയ അശ്വതി അവിടെ നിന്നൊരു പെട്ടി കണ്ടെത്തുന്നത്. പൊടി പിടിച്ച ആ പെട്ടി തുറന്നു നോക്കിയ അശ്വതി അതിൽ നിന്ന് കിട്ടിയ ഒരു പഴയ ഡയറിയിൽ നിന്നാണ് തന്റെ അമ്മയുടെ പഴയകാല അനുഭവങ്ങളെ പറ്റി വായിച്ചറിയുന്നത്. അക്കരയിലെ മുത്തശ്ശിയുമായുള്ള ജാനകിക്കുട്ടിയുടെ ആത്മബന്ധവും ഭാസ്കരനോടുള്ള ജാനകിക്കുട്ടിയുടെ പ്രണയവും ഭാസ്കരനും സരോജിനിയേടത്തിയും തമ്മിലുള്ള പ്രണയവും എല്ലാം ആ ഡയറിയിൽ നിന്നും അവൾ വായിച്ചറിഞ്ഞെങ്കിലും അതിൽ അവളെ ഏറെ ആകർഷിച്ചത് ജാനകിക്കുട്ടിയുടെ ആത്മമിത്രമായിരുന്ന കുഞ്ഞാത്തോൽ എന്ന യക്ഷിയായിരുന്നു. സത്യത്തിൽ ജാനകിക്കുട്ടി എഴുതി വെച്ചതെല്ലാം സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും അശ്വതിക്ക് ആ വായിച്ചതെല്ലാം ഒരു മനോഹരമായ അനുഭവമായിരുന്നു. ഒരു ഫാന്റസി കഥ പോലെ. എന്നാൽ അവൾ ഒരിക്കലും താൻ ആ ഡയറി വായിച്ച കാര്യം തന്റെ അമ്മയോട് പറഞ്ഞില്ല. പകരം പിറ്റേ ദിവസം ഒരു കൗതുകം പോലെയാണ് അശ്വതി ഇല്ലപ്പറമ്പിലേക്ക് പോകുന്നത്. ഡയറിയിൽ താൻ വായിച്ച കുഞ്ഞാത്തോലും കരിനീലിയും എല്ലാം ഉള്ള ആ ഇടം, അതാണ് ഇല്ലപ്പറമ്പ്. ഇല്ലപ്പറമ്പിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. പഴയതുപോലെ തന്നെ കാട് പിടിച്ചു കിടക്കുന്നു. ഡയറിയിൽ വായിച്ചതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും അതുപോലെ തനിക്കും ഒരു കളിക്കൂട്ടുകാരിയായി കുഞ്ഞാത്തോൽ വന്നെങ്കിൽ എന്ന് പോലും അവൾ സ്വകാര്യമായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാത്തോലിനെ പ്രതീക്ഷിച്ചു ആ വഴി നടക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മൂമ്മ പുറകിൽ നിന്ന് അവളെ വിളിക്കുന്നത്. അപ്രതീക്ഷിതമായ ആ വിളിയിൽ ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ആ കൊച്ചുമോളോട് പുറകിൽ നിൽക്കുന്ന അമ്മൂമ്മ പറയുന്നത് ഇത് കുഞ്ഞാത്തോലിന്റെ ഇടമാണ്, ഇവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ശരിയല്ല എന്നാണ്. അതും പറഞ്ഞ് അമ്മൂമ്മ അശ്വതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് പോകും വഴി അവൾ അമ്മൂമ്മയോട് കുഞ്ഞാത്തോലിനെ പറ്റി ചോദിക്കുന്നു. ഡയറിയിൽ വായിച്ചു തനിക്ക് കുഞ്ഞാത്തോലിനെ മുൻപേ തന്നെ അറിയാമെങ്കിലും ഒരു കൗതുകത്തിന് വേണ്ടി തന്നെയാണ് അവൾ അമ്മൂമ്മയോട് കുഞ്ഞാത്തോലിനെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ അവൾക്ക് ജാനകിക്കുട്ടിക്കുണ്ടായ യക്ഷിയുടെ അനുഭവം പറഞ്ഞു കൊടുക്കുന്നു. അമ്മൂമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഡയറി വായിച്ചു മുൻപേ തന്നെ അറിയാമെങ്കിലും ഡയറിയിൽ നിന്ന് വായിച്ചവൾ അറിഞ്ഞ ജാനകിക്കുട്ടിയുടെ അനുഭവങ്ങളെ അമ്മൂമ്മയുടെ വേർഷനിലാണ് അവൾ ഇപ്പോൾ കേട്ടത്. അന്ന് രാത്രി ജാനകിക്കുട്ടിയോട് അശ്വതി കുഞ്ഞാത്തോലിനെ പറ്റി ചോദിക്കുന്നു. അമ്മ കുഞ്ഞാത്തോലിനെ കണ്ട കാര്യം അമ്മൂമ്മയാണ് തന്നോട് പറഞ്ഞതെന്നാണ് അശ്വതി അപ്പോൾ ജാനകിക്കുട്ടിയോട് പറയുന്നത്. അമ്മയുടെ സ്വകാര്യ ഡയറി താൻ വായിച്ചത് അമ്മ അറിയുന്നതിലുള്ള നാണക്കേട് കൊണ്ടാണ് അവൾ ജാനകിക്കുട്ടിയോട് കുഞ്ഞാത്തോലും ജാനകിക്കുട്ടിയും തമ്മിലുള്ള ബന്ധം താൻ അറിഞ്ഞത് അമ്മൂമ്മ വഴിയാണെന്ന് അപ്പോൾ പറഞ്ഞത്. എന്നാൽ ജാനകിക്കുട്ടി ആ വിഷയത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവൾ അതിനെപ്പറ്റി സംസാരിക്കാതെ അശ്വതിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു.
പിറ്റേ ദിവസമാണ് ഭാസ്കരനും കുടുംബവും നാട്ടിലെത്തിയത്. നാട്ടിൽ വന്ന ഭാസ്കരൻ കുടുംബസമേതം ജാനകിക്കുട്ടിയുടെ വീട്ടിൽ വന്നു. ഭാസ്കരനും ജാനകിക്കുട്ടിയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നു. എന്നാൽ ഒരു പ്രണയനഷ്ടത്തിന്റെ വേദന ആ രണ്ടു പേരിലും പ്രകടമായി കാണാത്തത് അശ്വതിയെ അത്ഭുതപ്പെടുത്തി. മുൻപേ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വകാര്യ ഡയറി താൻ വായിച്ചത് അമ്മ അറിയുന്നതിലുള്ള നാണക്കേട് കൊണ്ടാണ് അവൾ അതും അമ്മയോട് ചോദിക്കാതിരുന്നത്. അശ്വതിക്ക് ആ ഇല്ലപ്പറമ്പ് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ലായിരുന്നു. കുഞ്ഞാത്തോലിനെ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ മനസ്സ് അനുവദിക്കാനിട്ടാണ് അവൾ 2 ദിവസങ്ങൾക്ക് ശേഷം ആരും അറിയാതെ ആ ഇല്ലപ്പറമ്പ് തേടി പോയത്. പക്ഷേ അന്നവിടെ വെച്ച് യാദൃശ്ചികമായി അവൾ ഭാസ്കരനെ കാണുന്നു. ഇല്ലപ്പറമ്പിലെ പൊളിഞ്ഞ വീടിന് മുന്നിൽ നിൽക്കുന്ന ഭാസ്കരനെ കണ്ട് അവൾ കൗതുകത്തോടെ ചോദിച്ചു, കുഞ്ഞാത്തോലിനെ കാണാൻ വന്നതാണോ എന്ന്. അതിനു മറുപടിയായി ഭാസ്കരൻ ഒന്ന് ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അങ്ങനെ ഭാസ്കരനും അശ്വതിയും അന്ന് കുറെ നേരം ഒന്നിച്ചു നടന്നു, കുറെ സംസാരിച്ചു. നഗരത്തിലെ അയാളുടെ ജോലിയും അശ്വതിയുടെ കോയമ്പത്തൂരിലെ ജീവിതവും ഒക്കെയായിരുന്നു അവർക്കിടയിലെ പ്രധാന സംസാര വിഷയങ്ങൾ. തന്റെ അമ്മ ജാനകിക്കുട്ടിക്ക് ഭാസ്കരനോടുള്ള പ്രണയത്തിന് കാലാന്തരത്തിൽ എന്ത് സംഭവിച്ചു എന്നവൾക്ക് അയാളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് ചോദിച്ചില്ല. അങ്ങനെ മടങ്ങാൻ നേരം ആകാംക്ഷയോടെയാണ് അശ്വതി ചോദിച്ചത്, അമ്മ കണ്ടെന്ന് പറയുന്ന കുഞ്ഞാത്തോൽ ശരിക്കും സത്യമാണോ എന്ന്. അമ്മ അറിയാതെ അമ്മയുടെ ഡയറിയിൽ നിന്ന് താൻ അതിനെപ്പറ്റി വായിച്ച കാര്യമെല്ലാം അവൾ അപ്പോൾ ഭാസ്കരനോട് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ ഒരു കള്ളച്ചിരിയോടെയാണ് പറഞ്ഞത് അന്നത്തെ അമ്മയുടെ ഭാസ്കരൻ മാമയോടുള്ള പ്രണയത്തെക്കുറിച്ചും തനിക്കറിയാമെന്ന്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ ഒന്ന് ചിരിച്ചു. പക്ഷേ അശ്വതി വിവരങ്ങൾ അറിയാനായി കൂടുതൽ നിർബന്ധിച്ചപ്പോൾ ഭാസ്കരൻ അവൾക്കൊരു ഉറപ്പ് നൽകി. താൻ ഇന്ന് നഗരത്തിലേക്ക് തിരിച്ചു പോകും മുൻപ് ഉറപ്പായും എല്ലാത്തിനുമുള്ള ഉത്തരം അവൾക്ക് നൽകാമെന്ന്. അങ്ങനെ ഭാസ്കരനും കുടുംബവും അന്ന് വൈകുന്നേരം നഗരത്തിലേക്ക് തിരിച്ചു മടങ്ങും വഴി ജാനകിക്കുട്ടിയുടെ വീട്ടിൽ വന്നു. അവർ അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞു മടങ്ങും വഴി ഭാസ്കരൻ ആരും കാണാതെ അശ്വതിക്ക് ഒരു പുസ്തകം കൊടുത്തു. അവളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമായിരുന്നു ആ പുസ്തകം എന്നയാൾ കൂട്ടിച്ചേർത്തു. പിന്നെ അയാൾ അവൾക്കൊരു ചോദ്യത്തിനുള്ള മറുപടി കൂടി നൽകി. ഇല്ലപ്പറമ്പിൽ താൻ ഇന്ന് വന്നത് കുഞ്ഞാത്തോലിനെ കാണാനല്ല, തന്റെ കൗമാരകാലത്തെ ഓർമ്മകളെ ഒരിക്കൽ കൂടി അനുഭവിച്ചറിയാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ അന്ന് രാത്രി ആരും കാണാതെ സ്വസ്ഥമായിരുന്ന് അശ്വതി ഭാസ്കരൻ കൊടുത്ത പുസ്തകം വായിച്ചു തുടങ്ങി. അതിങ്ങനെയായിരുന്നു: ഇന്ന് ജാനകിക്കുട്ടിയെ ചികിത്സിച്ച മനഃശാസ്ത്ര വിദഗ്ധൻ അവളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ എന്നോട് പറഞ്ഞു. ജാനകിക്കുട്ടിക്ക് എപ്പോഴും ഒറ്റപ്പെടലായിരുന്നു. വീടിനുള്ളിലും പുറത്തും എല്ലാവരും തന്നെ അവഗണിക്കുന്നു എന്ന് വിശ്വസിച്ച ജാനകിക്കുട്ടി ഈ ലോകത്താകെ വിശ്വസിച്ചത് എന്നെ മാത്രമായിരുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മറ്റാരെക്കാളും കൂടുതലായി ഞാൻ അവളെ കേൾക്കാൻ അവൾക്ക് സമയം കൊടുത്തു എന്നത് തന്നെ. എന്നാൽ ഒരിക്കൽ ഞാൻ ജാനകിക്കുട്ടിയുടേതല്ല സരോജിനിയുടേതാണ് എന്നറിഞ്ഞപ്പോൾ അവൾ തകർന്നു പോയത്രേ. വിഷമിച്ച ജാനകിക്കുട്ടി കരഞ്ഞു ഓടുന്ന വഴിക്കാണ് യാദൃശ്ചികമായി കുഞ്ഞാത്തോൽ എന്ന യക്ഷിയെ ആദ്യമായി നേരിൽ കണ്ടത് എന്നുകൂടി ഡോക്ടർ എന്നോട് പറഞ്ഞു. സത്യത്തിൽ മുൻപേ തന്നെ അക്കരയിലെ മുത്തശ്ശി പറഞ്ഞ കഥകളിലൂടെ ജാനകിക്കുട്ടി കേട്ട കുഞ്ഞാത്തോൽ എന്ന യക്ഷി ഭർത്താവിൽ നിന്ന് അനീതി നേരിട്ട ഒരാളായിരുന്നു അത്രേ. അതുപോലെ താനും പ്രണയത്തിൽ അനീതി നേരിട്ടെന്ന് വിശ്വസിച്ച ജാനകിക്കുട്ടി അവളിൽ തന്നെ ഒരു കുഞ്ഞാത്തോലിനെ കാണുകയായിരുന്നു അത്രേ. അതും പറഞ്ഞാണ് ഡോക്ടർ എനിക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തന്നത്. സത്യത്തിൽ കുഞ്ഞാത്തോൽ ഒരിക്കലും ഒരു യക്ഷിയല്ലെന്ന്, പകരം ജാനകിക്കുട്ടിയുടെ തന്നെ അവഗണിക്കപ്പെട്ട ആത്മാവിന്റെ പ്രതിനിധിയാണത്രേ കുഞ്ഞാത്തോൽ. അതായത് യാഥാർത്ഥ്യത്തിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ എന്നാണ് അതിനർത്ഥമെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രണയത്തിൽ തകർന്ന ജാനകിക്കുട്ടി അവളുടെ തന്നെ സ്വയം രക്ഷപ്പെടലിനായി നിർമ്മിച്ച പുതിയൊരു കൃത്രിമ ലോകമാണ് മുത്തശ്ശി പറഞ്ഞു തന്ന കഥയിലെ കുഞ്ഞാത്തോൽ എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. യാഥാർത്ഥ്യത്തിൽ കുഞ്ഞാത്തോൽ ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ജാനകിക്കുട്ടി തന്നെയാണ് പോലും. പക്ഷേ അത് അവൾക്ക് പോലും അറിയില്ല. ഉദാഹരണത്തിന് സരോജിനിയോടുള്ള ദേഷ്യം കാരണം സരോജിനിയുടെ മുറിക്ക് നേരെ കല്ലെറിയണമെന്നുണ്ടായിരുന്നു ജാനകിക്കുട്ടിക്ക്. എന്നാൽ ജാനകിക്കുട്ടിക്ക് ഒരിക്കലും അതിന് ധൈര്യമില്ലായിരുന്നു. പക്ഷേ അവൾ അത് കുഞ്ഞാത്തോൽ എന്ന ധൈര്യത്തിനൊപ്പം ചേർന്ന് ചെയ്തു. ജാനകിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അവളെ അവളുടെ ഒറ്റപ്പെടലിൽ നിന്നും രക്ഷിക്കുന്ന ഒരു മാനസിക തുണ മാത്രമാണ് കുഞ്ഞാത്തോൽ എന്നാണ് ഡോക്ടർ പറയുന്നത്. അവളുടെ മാത്രം സങ്കല്പലോകം. അതുകൊണ്ടാണത്രേ കുഞ്ഞാത്തോലിനെ അവൾക്കല്ലാതെ മറ്റാർക്കും കാണാൻ പറ്റാത്തത്. എന്നാൽ പിന്നീട് സരോജിനി വിവാഹം കഴിഞ്ഞു പോയപ്പോൾ ഇനി മുതൽ ജാനകിക്കുട്ടിയെ ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് ജാനകിക്കുട്ടിയോട് കുഞ്ഞാത്തോൽ എന്നേക്കുമായി യാത്ര പറഞ്ഞു പോയത്. അതായത്
അവളുടെ മനസ്സിന്റെ തന്നെ ഡിഫൻസ് മെക്കാനിസമാണ് കുഞ്ഞാത്തോൽ എന്ന സങ്കല്പം. ആ സങ്കല്പം അതിൻ്റെതായ ദൗത്യം പൂർത്തിയാക്കി എന്നേക്കുമായി അവളെ വിട്ടുപോയി. സത്യത്തിൽ ഡോക്ടർ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. ജാനകി കുട്ടിയുടെ കുഞ്ഞാത്തോൽ എന്ന സങ്കല്പത്തിന് അറിയാതെ ഞാനും കാരണമായല്ലോ എന്നാണ് അപ്പോൾ ഞാൻ ഓർത്തത്. അതിനാൽ ഇന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ജാനകി കുട്ടിക്ക് ഒരിക്കലും ഇനി ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമെന്ന്. ഭാസ്കറിന്റെ ആ ഡയറി വായിച്ചു കഴിഞ്ഞപ്പോൾ അശ്വതിക്ക് സങ്കടം വന്നു. തന്റെ അമ്മ അനുഭവിച്ച ഒറ്റപ്പെടലും അവഗണനയും കുഞ്ഞാത്തോൽ എന്ന സ്വയം രക്ഷിക്കാനുള്ള അമ്മയുടെ സങ്കല്പവുമെല്ലാം അവളെ വേദനിപ്പിച്ചു. അന്ന് രാത്രി അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കിടന്നത്. തന്റെ അമ്മയെ ഇനി ഒരിക്കലും എവിടെയും ഒറ്റപ്പെടുത്തരുത് എന്നൊരു ദൃഢനിശ്ചയം അന്ന് അവൾ എടുത്തു. ഇന്ന് ജാനകി കുട്ടിയും അശ്വതിയും ബോംബെയിലേക്ക് തിരിച്ചു പോവുകയാണ്. പോവും മുൻപ് അശ്വതി ഇല്ലപ്പറമ്പൊക്കെ ചുമ്മാ അതൊന്ന് ചുറ്റിക്കണ്ടു. അവൾക്കപ്പോൾ അമ്മ ജാനകി കുട്ടിയെ കുറിച്ചോർത്തും അമ്മയുടെ ഫാന്റസിയായ കുഞ്ഞാത്തോലിനെ കുറിച്ചോർത്തും വിഷമം തോന്നി. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അമ്മയെ ആ ഇല്ലപ്പറമ്പിൽ കണ്ടത്. എന്തിനാണ് അമ്മ അവിടെ വന്നതെന്ന ചോദ്യം അപ്രസക്തമാണെന്നതുകൊണ്ട് അവളൊന്നും ചോദിച്ചില്ല. എങ്കിലും അന്നവർ ആ പറമ്പിലൂടെ കുറെ നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവൾ ജാനകി കുട്ടിയോട് ചോദിച്ചു, ഭാസ്കരൻ മാമയെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ? അവളുടെ ആ അപ്രതീക്ഷിതമായ ചോദ്യത്തിൽ ജാനകി കുട്ടി ഒന്ന് പരുങ്ങിയെങ്കിലും അവൾ അതേ എന്ന അർത്ഥത്തിൽ മൂളി. എന്തേ അങ്ങനെ ചോദിക്കാൻ? ജാനകി കുട്ടി തിരിച്ചു ചോദിച്ചു. എനിക്കങ്ങനെ തോന്നിയെന്ന് അശ്വതി മറുപടി പറഞ്ഞു. അതിന് ജാനകി കുട്ടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ടെന്തേ വിവാഹം കഴിച്ചില്ല? അശ്വതി ചോദിച്ചു. അതൊക്കെ പക്വതയില്ലാത്ത പ്രായത്തിലെ ഓരോ തോന്നലായിരുന്നു. മാത്രല്ല ഭാസ്കരേട്ടന് എന്നോട് എപ്പോഴും ഒരു അഫെക്ഷൻ ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു സ്നേഹവും കരുതലും. അതിനെയൊക്കെ പ്രേമമായി വായിച്ചെടുത്തത് എന്റെ തെറ്റാ, ഒരു പൊട്ട ബുദ്ധി. ഒന്നുകൂടെ മുതിർന്നപ്പോൾ എനിക്കത് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ പ്രണയം തന്നെ മറന്നുപോയി. മാത്രമല്ല ഭാസ്കരേട്ടന്റെ അറിവും ബുദ്ധിയും ബോധവും വെച്ച് യോഗ്യയായ ഒരു പെണ്ണിനെയും ഭാസ്കരേട്ടൻ കണ്ടെത്തി. അതും പറഞ്ഞ സന്തോഷത്തോടെയാണ് ജാനകി കുട്ടി ഒന്ന് ചിരിച്ചത്. അപ്പോൾ അശ്വതി വെറുതെ അല്പം കൗതുകത്തോടെ അമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ പറഞ്ഞ പോലെ അമ്മ കുഞ്ഞാത്തോലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നീട് ഒരിക്കലും കുഞ്ഞാത്തോലിനെ അമ്മ കണ്ടിട്ടില്ലേ എന്ന്. അതിന് ജാനകി കുട്ടി ഒരു ഉത്തരവും പറഞ്ഞില്ല, ഒരു മറുപടിയും നൽകിയില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ അപ്പോഴൊരു നിശബ്ദമായ മറുപടി ഉണ്ടായിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ ഒറ്റപ്പെടൽ തോന്നുന്ന കാലത്തോളം താൻ കുഞ്ഞാത്തോലാണെന്നും കുഞ്ഞാത്തോൽ താനാണെന്നും എന്നായിരുന്നു ആ മറുപടി. എങ്കിലും ജാനകി കുട്ടി ഒന്നും പറഞ്ഞില്ല. ഒരിക്കലും ആ ചോദ്യത്തിനുള്ള ഒരു മറുപടിയും നൽകാതെയാണ് അന്ന് മകൾക്കൊപ്പം ഇല്ലപ്പറമ്പിലെ ഓർമ്മകൾ ബാക്കി വെച്ച് ജാനകി കുട്ടി തിരികെ നാട്ടിലേക്ക് മടങ്ങിയത്.